എറണാകുളം ചിറ്റൂർ റോഡിലെ ഒരു കൊച്ചുമുറിക്കുള്ളിൽ പോഷകസമ്പുഷ്ടമായ മൈക്രോ ഗ്രീൻ ഫാം നട്ടുപിടിപ്പിച്ച അജയ് ഗോപിനാഥിന്റെ ന്യൂജൻ കൃഷി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. മൈക്രോ ഗ്രീൻസിന്റെ വിൽപ്പനയിലൂടെ മികച്ച വരുമാനം നേടുകയാണ് മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനായ ഈ കർഷകൻ. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ചില മൈക്രോ ഗ്രീൻ വിശേഷങ്ങളിലേക്കാണ്. 7 വർഷങ്ങൾക്ക് മുൻപാണ് മൈക്രോ ഗ്രീൻസ് എന്ന ആശയം മനസ്സിൽ ഉടലെടുത്തത്. ആശയത്തിലുപരി അത് പാഷനായി മാറിയത് വേഗത്തിലായിരുന്നു. മൈക്രോ ഗ്രീൻസ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് വിപണി തേടിയിറങ്ങിയപ്പോൾ ചെറുതൊന്നുമായിരുന്നില്ല പ്രതിസന്ധികൾ. പുതിയ കുറേ ആൾക്കാർ അതിലോട്ട് അക്സെപ്റ്റ് ചെയ്തെങ്കിലും കുറേ പേര് അതിലോട്ട് അക്സെപ്റ്റ് ആയിട്ടില്ല. പച്ചയ്ക്ക് കഴിക്കുന്ന ശീലം മലയാളിക്കില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അറബിക് ഫുഡായ കുഴിമന്തി നമ്മൾ കൊണ്ടുവന്നപ്പോൾ ആ കുഴിമന്തിയുടെ കൂടെ അറബികൾ കഴിച്ചുകൊണ്ടിരുന്ന സലാഡ്സ് ഉണ്ട്. അവർ ഒരു കൈ കൊണ്ട് സലാഡ് കഴിക്കും, മറ്റേ കൈ കൊണ്ട് അവർ ചിക്കൻ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആ സലാഡ് പൂർണ്ണമായിട്ട് നമ്മളങ്ങ് ഒഴിവാക്കി. ശരിക്കും അതാണ് അതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. നിരവധി ആന്റി ഓക്സിഡന്റും വിറ്റമിനുകളും അടങ്ങിയ മൈക്രോ ഗ്രീൻസിന് ഇപ്പോൾ മുൻകാലത്തെ അപേക്ഷിച്ച് സ്വീകാര്യതയുണ്ട്. എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം ക്യാൻസർ പേഷ്യൻസ് വന്ന് നമ്മളുടെ ഇത് വാങ്ങിച്ചതും അതുപോലെ അവർക്ക് കീമോതെറാപ്പിയിൽ അവർക്കുണ്ടായ റിസൾട്ടിൻ്റെയും ഈവൻ മുട്ടുവേദന മാറിയ കേസസ് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ജിമ്മുകളുടെ റെസ്പോൺസ് രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് അല്ല അവിടെ വേണ്ടത്. അവരെന്തും കഴിക്കും. അവരുടെ മസിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ്. മൈക്രോ ഗ്രീൻസ് കൃഷിക്ക് പുറമെ സംസ്ഥാനത്തും പുറത്തും കൃഷിക്ക് വേണ്ട പരിശീലനവും നൽകുന്നുണ്ട് അജയ് ഗോപിനാഥ്. ഗുണമെന്നുള്ള വിത്തുകൾ തന്നെ മുളപ്പിക്കണം, പരിപാലനവും അതുപോലെ വേണം. എങ്കിൽ മാത്രമേ മികച്ച മൈക്രോ ഗ്രീൻസ് വിളവെടുക്കാനാകൂ. മൈക്രോ ഗ്രീൻസിൽ നിന്ന് വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രോ ഗ്രീൻസ് എന്ന ഈ കമ്പനി ഇപ്പോൾ. ഭക്ഷണം തന്നെയാണ് ഔഷധം. എനിക്ക് ചുറ്റിനും കാണുന്ന ഈ മൈക്രോ ഗ്രീൻസിന്റെ ഈ ഫാം തീരെ ചെറുതാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ന്യൂട്രീഷൻ വാല്യൂവിന്റെ കാര്യത്തിൽ ഒരു വലിയ പാടശേഖരത്തിന് സമാനമാണ് ഈ കൊച്ചുമുറിയിൽ ഒരുക്കിയിരിക്കുന്നത്. അജയ് ഗോപിനാഥ് എന്ന ന്യൂജൻ കർഷകന്റെ ഈ ഫാമിനുള്ളിൽ നിന്നും MT അദീഷിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.